ഞാൻ എന്തായാലും ഫുട്ബോൾ പഠിക്കാൻ തീരുമാനിച്ചു. അതിന് ഞാൻ എൻ്റെ പരിശീലകനായിട്ട് മനസ്സിൽ കാണുന്ന ആൾ ഇതാ വരുന്നുണ്ട്, നമ്മുടെ സ്വന്തം വിജയേട്ടൻ. IM വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈദ് മുബാറക്. ഈദ് മുബാറക്. അപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിലേക്ക് ഇന്നലെ തന്നെ ഒരു സന്തോഷ വാർത്ത എത്തി. നമ്മുടെ കായിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ എത്തുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. മെസ്സി വരും എന്നാണ് നമ്മുടെ വി അബ്ദുറഹ്മാൻ കായിക മന്ത്രി പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം തത്സമയം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിജയേട്ടൻ ഹാപ്പിയല്ലേ? തീർച്ചയായും. കാരണം ഇതിന് മുന്നേ വരുന്നു പറഞ്ഞിട്ട് പിന്നെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് അതിപ്പോൾ എല്ലായിടത്തോളം നടക്കണതാണ്. വരുന്നു പറഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അത്രയും അധികം പ്രഷറായിരുന്നു. പക്ഷേ അതിനൊക്കെ വില വയ്ക്കാതെ, ആ ഒരു ഇതിന് വില വയ്ക്കാതെ മെസ്സിനെ കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണ് മെസ്സിനെ കാണാനും, അപ്പോൾ അവരുടെ കൂടെ കളിക്കുന്ന ടീം ഏതാണെന്ന് അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. മെസ്സി വരുമെന്ന് പറഞ്ഞാൽ തന്നെ കേരളം എന്നല്ല, ലോകം മൊത്തം മലയാളികളായ അത്രയും ഫാൻസ് ഉള്ളതാണ്. മലയാളികളല്ല കേട്ടോ, ലോകത്ത് എല്ലാവരും ഫാനാണ് ആളുടെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കളി കാണാൻ വരുമെന്ന് നമുക്കറിയുന്നില്ല. IM വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ ഹോം ഗ്രൗണ്ട് ഹീറോ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ സജോയോട് പറയായിരുന്നു, സജോ ഫുട്ബോൾ നമ്മുടെ റിപ്പോർട്ടറാണ് കേട്ടോ. സജോ പറഞ്ഞു സജോയ്ക്ക് ഫുട്ബോൾ അറിയില്ല, ഇനിയിപ്പോൾ പഠിക്കണം, മെസ്സി വരികയില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുകയാണെങ്കിൽ അത് വിജയേട്ടൻ്റെ അടുത്ത് പോയി പഠിക്കണം. കാരണം നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ഹീറോ ആണ് വിജയേട്ടൻ. അപ്പോൾ വിജയേട്ടന് മെസ്സി എന്ന ഒരു താരത്തെ ഇത്രയധികം ആരാധകർ അർജന്റീനയെ ഇഷ്ടപ്പെടുന്നു എന്നതിനൊപ്പം തന്നെയാണ് മെസ്സിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മെസ്സിയാണ് അർജന്റീന എന്ന രീതിയിലേക്ക് ആ താരം വളർന്നു കഴിഞ്ഞില്ലേ ശ്രീ IM വിജയൻ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ റൊണാൾഡോ ആയാലും മറഡോണ ആയാലും പെലെ ആയാലും റൊണാൾഡീനോ ആയാലും മറ്റേ സിഡാനായാലും അവരൊക്കെ എടുത്താലും പഴയ കുറേ ഗരിഞ്ച ആയാലും എടുത്തു കഴിഞ്ഞാൽ ഈ 10 പേരുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതാണ് മെസ്സി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് മെസ്സിനെ. അതൊക്കെ ഞാനൊരു അർജൻറ്റീന സപ്പോർട്ടറാണ്, പ്രൗഡാണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ വേൾഡ് കപ്പ് പറഞ്ഞു. പക്ഷേ മെസ്സി ആ വേൾഡ് കപ്പ് എടുത്തിട്ടില്ല, കിരീടം വയ്ക്കാത്ത രാജാവിനെ പോലെ ആയാണ്. ഒക്കെ നമ്മളെല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റും റിപ്പോർട്ട് ചാനലും കൂടി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും, ഫുട്ബോൾ കളിക്കാത്തവരായാലും മെസ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും കേരളത്തിൽ മറ്റേത് കായിക മേഖലയെക്കാളും കൂടുതൽ ഫുട്ബോളിന് ആരാധകർ കൂടുതലാണ് എന്ന് തോന്നിയിട്ടില്ലേ? അതങ്ങനെയാണല്ലോ. കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റ് അത് നോ ഡൗട്ട് എല്ലാവർക്കും അറിയാനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗെയിം തന്നെയാണ് ക്രിക്കറ്റ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം സപ്പോർട്ട്, ഏറ്റവും അധികം കളി കാണാൻ വരുന്നതും ഫുട്ബോളിനാണ്. അത് വേറൊരു ഗെയിം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. മറ്റുള്ള ഗെയിംസൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ ഫുട്ബോൾ വേറൊരു രീതിയിലാണ് കാണുന്നത്. കാരണം വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഈ നടക്കണ ഏത് ടീമാണോ ആ വേൾഡ് കപ്പ് കളിക്കുന്നത് അവരുടെ രാജ്യത്ത് വരെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിലാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീനയുടെ അവിടെ നിന്ന് അവരുടെ ആൾക്കാർ വന്നു, ഡൽഹിയിൽ വന്നപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ CMൻ്റെ അടുത്ത് നന്ദി പറയാൻ വന്നതാണ്, സഖാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വന്ന അവർ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിയത് അവരുടെ ടീമിന് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതെന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് സഖാവിന് മെസ്സിയുടെ ഒരു ജേഴ്സി കൊടുക്കുന്നു. അതൊക്കെ വലിയൊരു കാര്യമല്ലേ നമ്മളെ സംബന്ധിച്ച്. അവിടുന്ന് അർജൻറ്റീനയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് നമ്മുടെ മിനിസ്റ്റർ പോകണു, CM പോകണു, അത് മെസ്സിയുടെ ജേഴ്സി മേടിക്കുന്നു. അപ്പോൾ അവർ പറയണതാണ് ഏറ്റവും അധികം നമ്മളെക്കാളും അർജൻറ്റീനയെക്കാളും ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്, ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തത് കേരളത്തിലുള്ളവരാണെന്ന് പറഞ്ഞു. അത് നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് അത് കേൾക്കുമ്പോൾ. കാരണം ഞാൻ ലൈവായിട്ട് ഞാനുണ്ടാപ്പോൾ പരിപാടിക്ക് ഞാൻ കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു അഭിമാനമാണ് ആ സമയത്ത്. ഇത്തവണ മെസ്സി എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. IM വിജയനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ പോലും കുട്ടിക്കാലത്തൊരു ബ്രസീൽ ആരാധകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെലെയോടുള്ള ഇഷ്ടം, അത് കഴിഞ്ഞ് മറഡോണയുടെ ഫാനായി മാറുന്നു. അങ്ങനെ അർജന്റീനക്കാരനായി മാറിയതാണ്. ശരിക്കും ബ്രസീലിൽ നിന്ന് അർജന്റീനയിൽ എത്തിയ ഒരാളാണ് അല്ലേ? തീർച്ചയായും മഞ്ഞ ജേഴ്സി അല്ല മഞ്ഞ ഷർട്ട് ഇട്ടിരിക്കുന്നത് ഇപ്പോഴും ആ ബ്രസീൽ മനസ്സിലുണ്ട്. പക്ഷെ അർജന്റീന അങ്ങനെ വിട്ടു തരില്ല. ഞാൻ നീലയിട്ട് ഇവിടെ ഉണ്ട്.
അല്ല വെരി ഗുഡ്. അതല്ല, ഞാൻ റെഡിക്കും ബ്രസീൽ സപ്പോർട്ടറാണ്. കാരണം ബ്രസീലിൻ്റെ കളി കാണാന്ന് പറഞ്ഞാൽ പെലേരെ മറ്റേ കാസറ്റൊക്കെ ഇട്ട് കളി കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതല്ലാണ്ട് ബ്രസീലിൻ്റെ കളി ആദ്യം സീക്കോക്ക് കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 86 മറഡോണിൻ്റെ കളി കണ്ടപ്പോൾ അങ്ങനെ ഫാനായതാണ്. പിന്നെ അർജൻറ്റീന സപ്പോർട്ടർ ആയതാണ്. പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. പക്ഷെ പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ കളി കാണാൻ ഭയങ്കര രസമാണ്. ഒരു സാമ്പ നൃത്തം പോലെ തന്നെയാണ് അവരെ കളി കാണാൻ. ഭയങ്കര എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരായാലും അർജൻറ്റീന ആയാലും അവർ ഫ്രാൻസിൻ്റെ സപ്പോർട്ടേഴ്സ് ആയാലും ബ്രസീലിൻ്റെ കളി കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രസീലിനെയും അർജന്റീനയും, അതായത് ഇടനെഞ്ചിൽ ബ്രസീലാണെങ്കിൽ വലം നെഞ്ചിൽ അർജന്റീനയാണ്. അങ്ങനെ രണ്ടും ഒപ്പം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ പെരുന്നാൾ കൂടുതൽ കളറാവട്ടെ, അതിലേക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് മന്ത്രി പങ്കുവച്ചത്. അപ്പോൾ വിജയേട്ടൻ ഉണ്ടാവണം നമുക്കൊപ്പം ഈ ഒരു ആഘോഷം. അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്പോൺസറായി ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഉണ്ടാകണം. വിജയേട്ടനാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഹീറോ നമുക്ക് വേണമല്ലോ. തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവും. കട്ടയ്ക്കുന്ന എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.